വേറൊരു വലിയ സംശയം, ഈ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണോ അതോ ഷോർട്ട് ടേം ട്രേഡിംഗ് ആണോ, ഏതാ നല്ലത് എന്ന്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചോയ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിൽ നിന്ന് നമ്മൾ തീരുമാനിക്കുക നമുക്ക് ഏതാണ് സൂട്ട് ആവുക എന്നുള്ളത്. ഓക്കെ, അതായത് ഷോർട്ട് ടേം ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ ബൈ ആൻഡ് സെൽ, അതായത് വാങ്ങലും വിൽക്കലും ഒക്കെ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് നടക്കും. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. വളരെ പെട്ടെന്നായിരിക്കും പ്രോഫിറ്റും ലോസ് ഒക്കെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ലോങ് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷോർട്ട് ടേമിന് വളരെ റിസ്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ പ്രോഫിറ്റിന് വേണ്ടി ഒരുപാട് നേരം നമുക്ക് സ്ക്രീനിന് മുന്നിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ട്രേഡിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം. 5 അതിലധികമോ വർഷം ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന അനാലിസിസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ് ആയിരിക്കും. കുറേ കാലം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ വോളറ്റിലിറ്റി വളരെ കുറവായിരിക്കും എന്ന്. ഷോർട്ട് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഈ കമ്പനികൾക്ക് ഉണ്ടാകുക, ബട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ക്വിക്ക് പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ ലോങ് ടേമിൽ എക്സ്പെക്ട് ചെയ്യരുത്. ഒരുപാട് നേരം പ്രോഫിറ്റിന് വേണ്ടി സ്ക്രീനിന് മുന്നിൽ നമുക്ക് ചിലവാക്കേണ്ട ആവശ്യവും ഇല്ല. സോ ഇത് കേട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയുക ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ ബെറ്റർ നമുക്ക് പറ്റിയതെന്ന്.